സോഷ്യൽ മീഡിയയിൽ സജീവമായ സാന്നിധ്യമാണ് ദിയ കൃഷ്ണ. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ. ദിയയുടെ വ്ളോഗുകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസാണ്. ദിയയുടെ 3 സഹോദരിമാർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്നത് ദിയയ്ക്കാണ്. സഹോദരിമാരിൽ അഹാന കൃഷ്ണ മാത്രമാണ് സിനിമ കരിയർ തിരഞ്ഞെടുത്തത്. ഇഷാനി കൃഷ്ണയും ഹൻസികയും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ദിയ ഇതുവരെയും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. നടിയാകണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു ദിയയ്ക്ക്. ഇതേക്കുറിച്ച് അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുട്ടിക്കാലം മുതൽ നടിയാകണമെന്ന് പറഞ്ഞത് ദിയയാണ്. നടിയാകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ആരെങ്കിലും അഹാനയോട് ചോദിക്കുമ്പോൾ മോള് പറയാറുള്ളത് താല്പര്യമില്ല എന്നാണ്. 10-15 വർഷം മുമ്പേയുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ദിയയാണ് നടിയാകണമെന്ന് പറഞ്ഞത്. നടിയാകണമെന്ന് ദിയ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. ഓസിക്ക് കോമഡിയും ഡാൻസുമെല്ലാം അറിയാമായിരുന്നു. ദിയയ്ക്ക് ഒരുപാട് ഓഫറുകൾ പല പ്രാവശ്യമായിട്ട് സിനിമയിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. ഒരു പക്ഷേ ഓസി ഇൻഡസ്ട്രിയിൽ വന്നിരുന്നെങ്കിൽ ഡിഫറൻ്റ് ആയേനെ. പക്ഷേ എന്തോ അതൊന്നും നടന്നില്ല. പിന്നെ അവളുടെ ശ്രദ്ധ ബിസിനസ് ഫീൽഡിലേക്കായി. അതിനുശേഷം അവൾ ഇൻഫ്ലുവൻസറുമായി. ഓസി നടിയാകുമെന്നായിരുന്നു ഞങ്ങളെല്ലാം വിചാരിച്ചത്. അവൾക്ക് അഭിനയത്തോടും ഡാൻസിനോടും പാഷനായിരുന്നു എന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു. സിനിമാ മോഹം വേണ്ടെന്ന് വെച്ചതിനെക്കുറിച്ച് ഒരിക്കൽ ദിയ കൃഷ്ണയും സംസാരിച്ചിട്ടുണ്ട്. സിനിമയിലൊന്നും വരാൻ ആഗ്രഹമില്ലേ എന്ന് പലരും ചോദിച്ചതുമാണ്. ഒരു നല്ല അവസരം വരാൻ ഞാൻ കുറേ കാലം കാത്തിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിനിമയല്ല ജീവിതമെന്ന് മനസ്സിലാക്കി. സിനിമ വന്നാൽ വന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കണം. അതെനിക്ക് പറ്റിയൊരു കാര്യമായിരുന്നില്ല. എൻ്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം എന്നത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. താനിപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ദിയ കൃഷ്ണ പറയുന്നു. കഴിഞ്ഞ വർഷം വിവാഹിതയായ ദിയ കൃഷ്ണ ഗർഭിണിയാണ്. അശ്വൻ ഗണേഷാണ് ദിയയുടെ ഭർത്താവ്. പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരും ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്.